ഹായ് എല്ലാവർക്കും നമസ്കാരം. റെട്രോ സിനിമ കണ്ട് വന്നുള്ള ഇരുത്താണ്. വാട്ട് എ മൂവി, എക്സലന്റ്, പവർഫുൾ, ഔട്ട്സ്റ്റാൻഡിങ്, എനർജറ്റിക്, അങ്ങനെയൊക്കെ പറയാണ് തോന്നുന്നത്. ആദ്യമേ പറയട്ടെ, കാർത്തിക് സുബ്ബരാജ്, ദ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരാൾക്കും കവച്ചു വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡയറക്ഷൻ. ആൻഡ് ഈ റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും വലിയ സമാധാനം എന്ന് പറയുന്നത്, കങ്കുവ എന്ന് പറയുന്ന ഒരു വൃത്തിയട്ട സിനിമ കണ്ടതിന്റെ എല്ലാ സങ്കടത്തോടെയും എല്ലാ വേദനയോടെയാണ് ഇന്ന് സിനിമയ്ക്ക് വന്നിട്ടുള്ളത്. വണ്ടൂരാണ് ഫസ്റ്റ് ഷോ. നമ്മളവിടെ ഒന്നും ഈ ടൈമിൽ ഷോ ഇല്ല, അതുകൊണ്ട് തന്നെ വണ്ടൂർ വന്നിട്ടാണ് സിനിമ കണ്ടിട്ടുള്ളത്. ആ കങ്കുവ കണ്ടതിന്റെ ആ ഒരു സങ്കടവും വേദന അങ്ങോട്ട് മാറിക്കിട്ടി. അത്ര നല്ല കിഡ്ലൻ പടം. നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത്, ഒരു പക്ഷേ പല സ്ഥലങ്ങളിലും അതിനേക്കാൾ ഒരുപാട് മുകളിൽ പോയ ഒരു സിനിമയാണ് റെട്രോ. ബാക്കി എന്താ വെച്ചാൽ നമ്മൾ ട്രെയിലറും മറ്റു സംഭവം കാണുമ്പോൾ കാർത്തിക് സുബ്രാജ് പടമാണ്, എന്തൊക്കെ ഉണ്ടാവുന്ന ഒരു തോന്നൽ നമുക്കുണ്ടാവും. അതുപോലെ തന്നെ ഈ പടത്തിനെ നല്ലതെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് കംപ്ലീറ്റ് ഒരു കാർത്തിക് സുബ്രാജ് മൂവിയാണ്. അയാൾ അതിന്റെ എല്ലാ ഫ്രീഡവും എടുത്തിട്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. ചാപ്റ്റർ വൈസ് അത് ഒരു 4, 5, 6 ചാപ്റ്റർ പറയുന്ന പോലെ, എന്നാൽ പല ഭാഗങ്ങൾ അല്ലെങ്കിൽ ഒരു സോളോ പോലത്തെ ടൈപ്പ് സാധനം എന്നല്ല ഞാൻ പറയുന്നത്. ആ സിനിമ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഫ്ലോയിൽ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും പല ചാപ്റ്റേഴ്സ് പറയുന്ന രീതിയിലാണ് കാർത്തിക് സുബ്രാജ് ഈ സിനിമ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് സൂര്യ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്, എന്ത് ഗംഭീരമായിട്ടാണ് സൂര്യ ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. അത് 2 ടൈപ്പ് ഒരു ക്യാരക്ടർ അയാൾ ഇതിൽ പിടിക്കുന്നുണ്ട്. ക്യാരക്ടർ പറയുമ്പോൾ ഒരുപാട് ലുക്കിൽ വരുന്നുണ്ട്. എല്ലാ ലുക്കും മരണമാ സാധനമായിരുന്നു. അതിന്റെ BGM കൂടെ വരുന്ന സമയത്ത് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ പുള്ളി ഇത് ചെയ്തിട്ടുണ്ട്. ബട്ട് 2 രീതിയിലുള്ള, അതായത് 2 ടൈപ്പ് മാനറിസം അയാൾ പിടിക്കുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് പൂജ ഹെഗ്ഡെ, പുള്ളിക്കാരുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് എന്നാണ് ഞാൻ പറയുന്നത്. ഒരുപാട് മലമറിക്കാനുള്ള കഥാപാത്രം ഒന്നും പറയുന്നില്ല, പക്ഷെ വളരെ നീറ്റായി, വളരെ രസമായി, ഒരു സ്ഥലത്തും ഒരു പൊടിക്ക് പോലും മുകളിൽ പോവുകയോ ഒരു പൊടിക്ക് പോലും താഴേക്ക് വരികയോ ചെയ്യാത്തിട്ടുള്ള ആ മീറ്റർ കറക്റ്റ് പിടിച്ച് പുള്ളിക്കാർ ഇതിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ കോംബോ, അവർ ചെയ്യുന്ന പല കഥാപാത്രങ്ങൾ, അതിൻ്റെ എൻഡിൽ പറയുന്ന ഒരു ഡയലോഗ്, അതൊക്കെ ഭീകരമായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് വീണ്ടും നമ്മൾ ഈ പടത്തിനെ എത്രയൊക്കെ ഇത് സൂര്യ അടിച്ചു പൊളിച്ചു, സൂര്യ അങ്ങനെ ചെയ്യുന്നൊക്കെ പറയുമ്പോഴും അയാളെ യൂസ് ചെയ്യേണ്ട കറക്റ്റ് രീതിയിൽ യൂസ് ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് കാർത്തിക് സുബ്രാജ് തന്നെയാണ്. അങ്ങനത്തെ ഒരു ഡയറക്ടറുടെ കയ്യിൽ കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സൂര്യയെ അയാൾ നമ്മുടെ മുമ്പിലേക്ക് ഡെലിവർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ കഥ അവർ പറയാൻ എടുത്തിരിക്കുന്ന കുറേ സംഭവം, അതിൽ മിത്തുണ്ട്, അതുപോലെ തുറന്നു പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അടിച്ചമർത്തപ്പെട്ടവന്റെ വേദന അടക്കമുള്ള കാര്യങ്ങൾ, അയാളുടെ പൊളിറ്റിക്സ് ഒക്കെ ഗംഭീരമായിട്ട് ഈ സിനിമയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അത് എന്ത് മാസിന് മാസ്, ഇമോഷൻ. ആൻഡ് ഇതിലെ പേര്, അതായത് റെട്രോ എന്ന് പറയുമ്പോഴും ലവ്, ലാഫ്റ്റർ, വാർ, ഇതിൽ ലവും വാറും കംപ്ലീറ്റ്ലി എന്താ പറയുക മാനേജ് ചെയ്തിരിക്കുന്നത് സീരിയസ്ലി അത് നമ്മുടെ സൂര്യ അണ്ണൻ തന്നെയാണ്. ആൻഡ് ഓഫ് കോഴ്സ് പൂജ ഹെഗ്ഡെ. ബട്ട് ലാഫ്റ്റർ എന്ന് പറയുന്ന സാധനം ഫുൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിലെ ചാപ്ലിൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിട്ടുള്ള നമ്മുടെ ജയറാമേട്ടനാണ്. അത് നമ്മുടെ ഗെയിം ചേഞ്ചറിൽ അണ്ണൻ പറഞ്ഞ പോലെ ഈ ജയറാമിന് ഇതിൽ അടിപൊളി വേഷമാണെന്ന് പറഞ്ഞ പോലെ വെറുതെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന് ജോക്കറാക്കിയിരിക്കുകയല്ല. ഈ കഥാപാത്രം എന്ന് പറയുന്നത് ജയറാമേട്ടൻ അത്ര മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് അദ്ദേഹത്തിന്റെ ഇൻട്രോ മുതൽ ഇതിന്റെ ഏറ്റവും അവസാനം വരെ പുള്ളി ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പഴയ ഒരു ജയറാമേട്ടന്റെ ചില കോമഡി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ വലിയ അടക്കമുള്ള സാധനങ്ങൾ ഒക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് അദ്ദേഹത്തിന്റെ മാനറിസം ആണെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു മേക്ക് ഓവറിൽ കൊണ്ടുവന്നിട്ടുള്ള സാധനമാണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും പറയുന്ന കുറിക്ക് കൊള്ളുന്ന തമാശകളാണെങ്കിലും എല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇമോഷൻ ഭാഗം കൈകാര്യം ചെയ്യേണ്ട ഭാഗത്ത് ഓഫ്കോഴ്സ് നമുക്കറിയാം ജയറാമേട്ടൻ അത് വളരെ മനോഹരമായിട്ട് അതും ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ കഥയുടെ ഒരു മേക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്, നമ്മുടെ കാർത്തിക് സുബ്രാജിന്റെ എല്ലാ സാധനങ്ങളും ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ ഒരു സോങ് ഉണ്ടല്ലോ, ഇതിൽ ഒരു കല്യാണത്തിന്റെ ഒരു മറ്റേ ആ സന്തന കെട്ടിയ സാധനം, അത് ഒരു 10-15 നേരം സിംഗിൾ ഷോട്ട് അത് ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ ക്യാമറയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇയാളത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണത് അപ്പുറത്തേക്ക് പോകും, അതുപോലെ താഴത്ത് നിന്ന് ഒരു നിലേന്റെ മുകളിലേക്ക് ഈ ക്യാമറ പോകുമ്പോൾ ഇയാളത് എങ്ങനെ പോയി ക്രെയിനിൽ കയറി ഇരുന്നിട്ട് അവിടെ ചാടി ഇറങ്ങിയോ, അതും ഹാൻഡ് ഹെൽഡ് ഷോട്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഒരു രക്ഷയില്ല. ആൻഡ് ആ 10-15 മിനിറ്റ് നേരം ഇത് ഡയറക്ഷൻ ചെയ്ത, തീർച്ചയായിട്ടും സിനിമ മുഴുവൻ 3 മണിക്കൂർ നേരത്തോളം 2:50 എങ്ങാണ്ടുണ്ട്, അത്രയും നേരം ചെയ്തിരിക്കുന്നത് കാർത്തിക് സുബ്രാജ് തന്നെയാണ്. പക്ഷേ ആ ഒരു 15
മിനിറ്റ് നേരം നമ്മളത് പ്രത്യേകം എടുത്തു പറഞ്ഞാൽ തന്നെ ആ ഭാഗം എങ്ങനെയാണ് ചെയ്തതെന്നുള്ള അത്ഭുതം ഇപ്പോഴും മാറിയിട്ടില്ല. പക്ഷെ ആ സമയത്ത് നമുക്ക് ആ കഥയിലേക്ക് സത്യം പറഞ്ഞാൽ ഇറങ്ങി പോകാൻ പറ്റുന്നില്ല. കാരണം ഫുൾ നമ്മുടെ കോൺസെൻട്രേഷൻ കിടക്കുന്ന ആ ക്യാമറയിലാണ്. ഇയാൾക്ക് ഇങ്ങനെ കൊണ്ടുപോകും, എങ്ങനെ ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയി എന്നുള്ള ഒരുപാട് സാധനങ്ങൾ. കാരണം ആ സോങ് അത്രയും ആളുകളെ, ഒരു 100-150 ആളുകൾ ഇരുന്ന് പാട്ട് പാടുന്ന സംഭവത്തിനെ എത്ര മനോഹരമായിട്ടാണ് അവർ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ്. അത് കോർഡിനേറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ ഇടയിൽ ഒരു ഫൈറ്റ് വരുന്നുണ്ട്. ഫൈറ്റ് അല്ലാതെ കുറേ ഡയലോഗ്സ് വരുന്നുണ്ട്. പാട്ട് തുടങ്ങി പകുതി വെച്ച് നിർത്തി പിന്നെ കുറച്ച് ഡയലോഗ്സ് ആണ്. ആ ഡയലോഗ്സിന് ഇവർ പോകുന്നത് 3ാമത്തെ നിലയിലേക്കൊക്കെയാണ്. അപ്പോൾ ആ സീൻ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. നമുക്ക് എത്ര കൈയടിച്ചാലും മതിയാവില്ല. പിന്നെ നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ ഓരോ പാട്ടും നമ്മൾ ഇവർ റിലീസ് ചെയ്തിട്ടുള്ള കണ്ടിട്ടുള്ള ഓരോ പാട്ടും അതിഗംഭീരമായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. ആൻഡ് തുടക്കത്തിൽ കൊടുത്തിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മൾ പുഷ്പയിലെ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു മറൈൻ പരിപാടി വെച്ചിട്ടുള്ള കുറച്ച് പരിപാടിയാണ്. അവിടേക്ക് ആ സ്കെയിൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് ചെയ്തിരിക്കണമെന്ന് അത്ഭുതം തോന്നിപ്പോകും. തുടക്കത്തിലെ കാര്യമാണ് പറയണത്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പം ചെയ്തിട്ടുള്ള, സൂര്യയുടെ ചെറുപ്പം ചെയ്തിട്ടുള്ള കഥാപാത്രമൊക്കെ എടുത്ത് പറയണം, വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവിടെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കാർട്ടൂണിക് പരിപാടി ഉണ്ടല്ലോ, കഥ പറയാൻ ഉപയോഗിച്ചിട്ടുള്ള, അതായത് നമ്മുടെ സൂര്യയുടെ ഇൻട്രോ കാണിക്കുന്നതിന് മുമ്പ് ആ കാർട്ടൂണിക് പരിപാടി വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ട്രെയിനിൽ ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ട്. അത് ആ പയ്യനാണ് ചെയ്യുന്നത്, ചെറുപ്പം ചെയ്തിട്ടുള്ള പയ്യൻ. ആൻഡ് അദ്ദേഹം ആ ചെറുക്കൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വില്ലൻ കഥാപാത്രം ചെയ്തിട്ടുള്ള ആളുകൾ, എല്ലാ ആളുകളും, ജോർജ് ജോർജിനെ എടുത്ത് പറയണം, വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഒരു ആളുടെ, അയാളുടെ പേര് എനിക്ക് ഓർമ്മയില്ല, ആ ഒരു കുറച്ച് ഫ്രീക്കനായിട്ടുള്ള ആള്, അത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രകാശ് രാജ് ഉണ്ട്. പ്രകാശ് രാജ് ടിപ്പിക്കൽ പ്രകാശ് രാജ് കഥാപാത്രമാണ്. അത് പ്രത്യേകിച്ചൊന്നും എനിക്ക് ആ കഥാപാത്രത്തിനെ ഫീൽ ചെയ്തില്ല. പക്ഷെ ഇവിടെ ഈ വാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് അവിടെ അവർ ചെയ്തിരിക്കുന്ന കുറച്ച് പരിപാടികളുണ്ട്. അവിടെ നടക്കുന്നത് ദ വൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ സോങ്ങിൽ കണ്ടിട്ടുള്ള ഫൈറ്റിൻ്റെ ഭാഗമാണെങ്കിലും, ഈ വില്ലന്മാരും മറ്റു ടീമും തമ്മിലുള്ള കുറച്ച് ഫൈറ്റ് പരിപാടികൾ, അവിടെയുള്ള പാട്ടുകൾ, അവിടെ യൂസ് ചെയ്തിരിക്കുന്ന BGMs, അവിടുത്തെ ആളുകൾ ഫൈറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും, അവിടെ ഒറ്റയ്ക്ക് സൂര്യ എന്ന് ഫൈറ്റ് ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് എവിടെ അടി വീഴണോ അവിടെ അടി വീഴുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അത് മനോഹരമായിട്ട് ചെയ്തു. ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ള മിത്തിൻ്റെ ഭാഗം, അതും നമ്മൾ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അതിന് അവർ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സ്ഥലത്തും അതിൻ്റെ മ്യൂസിക്കിൽ അടക്കം, അവിടെ എന്താ പറയുക, പുകയുന്ന പുക പോലും അവർ യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടുതന്നെ മനസ്സിലാക്കാൻ. എന്താ ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ സ്പോയിലറായി പോകും. അതും അതുപോലെ അതിലേക്ക് സൂര്യ കടന്നു വരുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്ന കുറേ സംഭവങ്ങൾ, പിന്നെ അതവർ കണക്ട് ചെയ്തിരിക്കുന്ന രീതി, അതുപോലെ കടലിലെ വെള്ളത്തിൻ്റെ താഴ്ന്നു കൊടുക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ സ്വാസിക ചെയ്തിരിക്കുന്ന കുറച്ച് ഭാഗങ്ങളിലുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഇതെല്ലാം കൂടി അവർ കണക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഏറ്റവും എൻഡിൽ അത് അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് തരുന്ന സമയത്ത് കിട്ടുന്നൊരു ഗൂസ് ബംസ് ഉണ്ട്. ശരിക്കും ഗൂസ് ബം എന്ന് പറഞ്ഞാൽ അങ്ങനെ റോം എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയില്ലേ, അത് കറക്റ്റായിട്ട് അത് നമ്മൾക്ക് അത് കിട്ടിയിട്ടുണ്ട്. അത് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ റെട്രോ എന്ന് പറയുന്ന സിനിമ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പക്ക കാർത്തിക് സുബ്രാജ് മൂവിയാണ്. വീണ്ടും ഞാൻ കാർത്തിക് സുബ്രാജ് മൂവി എന്ന് പറയുന്നത് പുള്ളിയുടെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു തോട്ടാണ്. അതിനെ വളരെ സിമ്പിളായിട്ട് എന്ന് പറഞ്ഞാൽ വളരെ ക്ലീഷായിട്ട് പോലും നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് അതിൻ്റെ വൺ ലൈൻ എന്ന് പറയുന്നത്. പക്ഷെ അതിനെ മേക്ക് ചെയ്തിരിക്കുന്നതും അതിനെ കൊണ്ടുവന്നിരിക്കുന്നതും അതിലേക്ക് ഈ BGM ആക്ഷനും അതിൻ്റെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഡയറക്ഷനും കൂടെ വരുന്ന സമയത്ത് റെട്രോ തരുന്നൊരു പുതുമയുണ്ട്. ആ പുതുമ അത് ഭയങ്കരമായിട്ടുള്ള സംഭവമാണ്. എന്തായാലും ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് ഈ സിനിമയിൽ. പിന്നെ എനിക്ക് പറയാനുള്ളത്, വീണ്ടും പറയാനുള്ളത്, ശിവണ്ണൻ പണ്ണി നമ്മുടെ അണ്ണനെ ഇല്ലാതാക്കിയത്, അതായത് കങ്കുവയുടെ ആ എല്ലാ സങ്കടവും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇറക്കി വെക്കാം. ഒരു സൂര്യ ഫാനും കൂടിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ഉള്ള എല്ലാ മൊമെന്റും തരുന്ന ഒരു കിടലൻ പടമാണ് റെട്രോ. അപ്പോൾ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ.